ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൊക്കോളി പനീർ മസാലയാണ്. അതിനു വേണ്ടിയിട്ട് 250 ഗ്രാം ബ്രൊക്കോളി ചെറുതായി അടർത്തിയെടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. 100 ഗ്രാം പനീർ ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലക്ക, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ വീതം, 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. സ്റ്റവിൽ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പനീർ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളു ഉപ്പും കുരുമുളകും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് വേഗം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. പനീർ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ബ്രൊക്കോളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വഴറ്റാം. ബ്രൊക്കോളി 4-5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇടാം. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പാകത്തിന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാം. തക്കാളി ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. സവാളയും തക്കാളിയും എല്ലാം കൂടെ അരച്ചെടുത്ത അരപ്പ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും സ്റ്റൗ ഓണാക്കാം. നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ബ്രൊക്കോളിയും ചേർക്കാം. അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് പനീറും ബ്രൊക്കോളിയും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ബ്രൊക്കോളി പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് പറ്റിയൊരു സൈഡ് ഡിഷാണ്.